യാത്രകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ യാത്രകളിൽ ഓർക്കുന്ന രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിലേറ്റവും അത് അനുഭവം എന്ന് ഇപ്പം അതിനൊരു പ്രത്യേകിച്ചൊരു വലിയ തമാശയുള്ള കാര്യമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ റൂമിൽ ഞാൻ തോമസ് തോപ്പിൽ കൂടി എല്ലാവരും ഉണ്ട്. ഗൾഫ് ഷോയ്ക്ക് പോയിട്ട് അവിടെ തരുൺ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവനിപ്പോൾ അമേരിക്കയിലാണ്. അപ്പോൾ തരുണിനെ നമ്മൾ കാണുന്നത് തരുൺ മോഹൻലാൽ സ്റ്റേജിൽ ചെയ്യും. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാണ് അവൻ ചെയ്യുന്ന കുറച്ച് നടന്മാരുണ്ട്. ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. അപ്പോൾ നമ്മൾ ആ ഷോ കഴിഞ്ഞാലും ഇവനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ലാലേട്ടൻ്റെ പോലെയൊക്കെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ ഇന്ന ആളെ അനുകരിക്കുമ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമ്മൾ അറിയാണ്ട് വീണു പോകും. അപ്പോൾ അത് ഇതൊന്നുമല്ല ഞാൻ എന്ന് അവൻ കാണിച്ചു തന്നൊരു സന്ദർഭം. ഞങ്ങൾ ഒരു ദിവസം റൂമിൽ കയറി ചെല്ലുമ്പോൾ ഇവൻ്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ട്. ഒരു വലിയ ജീപ്പ് ഇത്ര പോകുന്നൊരു ജീപ്പ് എടുത്തിട്ട് ഇവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയടാ ഇത് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ, നീ അവിടെ കൊണ്ടുപോയി കൊടുക്ക്, ഒരു 2 ദിവസമെങ്കിലും ആ പിള്ളേരൊന്ന് കളിച്ചതാക്കട്ടെ, അതിന് ശേഷം പോരെ, ഇപ്പം തന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഫീസാക്കി കാണും. ഇതെനിക്കാണ് ചേട്ടാ, എന്താ എനിക്കാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മോനാണ്. അപ്പോൾ അവൻ പറയാണ് ഇതിങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റ മോനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓടി. പിന്നെ പ്രോഗ്രാം നാളെയാണ്, തലേദിവസം റിഹേഴ്സലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവൻ വേറെ എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് വന്നേക്കുക. അപ്പോൾ മുകേഷ് ഏട്ടൻ ഞങ്ങൾ കുറച്ച് പേര് ഇരിക്കുക. മുകേഷ് ഏട്ടാ ആണ് റാഡോ എന്തുവാടേ റാഡോ മറ്റേ തയ്ച്ച് കൊടുത്തു. ഇത് ഒറിജിനലാണ്. ഒറിജിനല് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ടെന്ന്. അതെന്താന്ന് ഇപ്പോഴും ഇടയ്ക്ക് മുകേഷ് ഏട്ടൻ ചിന്തിക്കുക, ഇതിൻ്റെ